എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശശാങ്ക്. ഉളവണ്ണ മക്കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പാർലമെൻറ്റ് സെഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈയിടെയായിട്ട് 2-3 സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ട്രംപ് എന്തോ ഇന്ത്യൻ എക്കണോമി ഈസ് ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വളരെയധികം ആവേശത്തോടെ മാധ്യമക്കാരോട്, നിങ്ങൾക്കറിയില്ലേ ഇന്ത്യൻ എക്കണോമി ഈസ് ഡെഡ് എക്കണോമി? നിങ്ങൾക്കറിയില്ല? ഐ എം ഗ്ലാഡ് ദാറ്റ് ട്രംപ് സെഡ് ഇന്ത്യൻ എക്കണോമി ഈസ് ഡെഡ് എക്കണോമി. എന്നിട്ടാണ് നമ്മൾ എന്താ പറയുക ഗ്ലോബൽ പവറിൽ 5ൻ്റെ ഉള്ളിൽ വന്നത്. അത് പിന്നെ മനസ്സിലാക്കാം, ട്രംപിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ചങ്ങായിനെ ആരെ പറഞ്ഞ് മനസ്സിലാക്കുക? ഞാൻ സത്യം പറയട്ടെ, മോദിജിയുടെ ഏറ്റവും വലിയ സക്സസിൻ്റെ കാരണം വേറൊന്നുമല്ല, അദ്ദേഹം ചെയ്യുന്ന വികസനവും അതേപോലെ തന്നെ ഈ സുരക്ഷാ നടപടികളും ഗ്ലോബൽ പവറും അതൊക്കെ ഓക്കെയാണ്. പക്ഷെ മെയിനായിട്ടുള്ള മൂപ്പര സക്സസ് എന്ന് പറയുന്നത് അതേപോലത്തെ ഇങ്ങനത്തെ ഒരു ഡമ്മി ഓപ്പോസിഷനും ഇതേപോലത്തെ ഒരു ഡമ്മി ലീഡറുള്ളതാണ് മൂപ്പരുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ചങ്ങായി ഓപ്ഷനായിട്ട് ഉള്ളിടത്തോളം കാലം മൂപ്പര് BJP ആരെ കൊണ്ട് നിർത്തിയാലും ചെയ്യും. മോദിജി ആയിക്കോട്ടെ, യോഗിജി ആയിക്കോട്ടെ, അമിത്ഷാജി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഈ ചങ്ങായിയാണ് അപ്പുറത്ത് നിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേടിയും വയ്ക്കണം. ഈ ചങ്ങായി അമ്മാരി സൈസിലുള്ള സാധനങ്ങൾ ഇറക്കണേ. വേറെ സംഭവം കണ്ടു മൂപ്പര് പറയാത്രേ, ഞങ്ങൾക്ക് വിശ്വാസം, ഇവർക്ക് ഒരു കാര്യത്തിൽ വിശ്വാസമില്ലല്ലോ, ഇവർക്ക് എല്ലാത്തിനും തെളിവ് വേണം. സൈന്യം പറഞ്ഞാലും ഇവർക്ക് പറ്റില്ല, വിദേശകാര്യമന്ത്രി പറഞ്ഞാലും ഇവർക്ക് പറ്റില്ല, ഇനി അപ്പുറത്തുള്ള രാജ്യക്കാർ പറഞ്ഞാലും ഇവർക്ക് പറ്റില്ല. ഇവരപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, ഇതെന്താ അപ്പോ ഇതിലെന്താ സ്ക്രിപ്റ്റ്? അത് നിങ്ങളുടെ കാലത്ത് അങ്ങനെ ആയതുകൊണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നട്ടലോടെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കുഴപ്പമാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. സ്വന്തം രാജ്യത്തുനിന്ന് 27 ആളുകളെ കൊന്നിട്ട് പോയ തീവ്രവാദികളെ അവിടെ പോയി പടച്ചതിന് നിങ്ങൾ ഇവിടെ ഇരുന്ന് പറയും എന്തിനാ പടച്ച്, ശരിക്കും പടച്ചോ, എത്ര വിമാനം വീണു, നമ്മുടെ വിമാനം വീണ എണ്ണാനാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തൊക്കെ സർക്കാർ ഏൽപ്പിച്ച് നിങ്ങൾ ഈ രാജ്യം തന്നെ കത്തിക്കൂലോ, അവർക്ക് കത്തിക്കാൻ കൊടുക്കുമോ? അവിടെ വന്ന് ആക്രമിക്കാൻ പറയുമോ? എന്ത് ജാതി, എങ്ങനെ നിങ്ങൾക്ക് വോട്ട് ചെയ്യുക? എന്ത് വിശ്വസിച്ചോ വോട്ട് ചെയ്യുക? നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ജാതി സെൻസസോ അല്ലെങ്കിൽ എന്താ കുറേ ന്യൂനപക്ഷ പ്രീണനോ? വികസനം എവിടെ? വികസനവും ഇല്ല. എന്നിട്ട് രാജ്യത്തോട് എന്തെങ്കിലും കൂറുകൾ എന്തെങ്കിലും പറയുന്നു വിചാരിച്ചാൽ അതുമില്ല. അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക, ഇതിൽ വിശ്വാസമില്ല, അതിൽ വിശ്വാസമില്ല, ഈ കണക്ക് തെറ്റ്, ആ കണക്ക് തെറ്റ്, ഇവർ ഇത്ര അടിച്ചിട്ടില്ല, അവർ ഇത്ര തിരിച്ചടിച്ചിട്ടില്ല, ട്രംപ് വിളിച്ചിട്ടാണ് നിർത്തിയത്, അല്ലെങ്കിൽ പാകിസ്ഥാനല്ല നമ്മുടെ എതിരി, ചൈനയാണ് നമ്മുടെ എതിരി. രാജ്യം ഏറ്റവും കൂടുതൽ വികാരഭരിതമായി നിന്നൊരു സമയത്ത് അതിന് തിരിച്ചടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമാണ്. തീവ്രവാദം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നുണ്ടായിട്ട് മറ്റന്നാൾ ഒഴിപ്പിച്ച സാധനം എന്നല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 49 തൊട്ടിട്ട് കാശ്മീരിന് ഒരു UN വിഷയമായിട്ടൊന്നും ഇട്ട് കൊടുക്കില്ലല്ലോ, അതൊക്കെ ഇട്ട് കൊടുത്തതല്ലേ. അപ്പം അതിനുശേഷം വന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മിതമായ രീതിയിൽ അവിടെ കാശ്മീർ നോർമലൈസായി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ലാസ്റ്റ് 9-10 കൊല്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്ന പ്രക്രിയയിൽ ചിലവർ പിന്നെയും വന്ന് കുത്തിത്തിരിക്കുമ്പോൾ അതിനുള്ള മറുപടി അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്ത് സമാധാനമായിട്ട് കടന്നുറങ്ങാൻ പറ്റില്ല. എല്ലാവർക്കും പട്ടായ പോകാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും നിങ്ങളെ പോലെ പട്ടായ പോകാൻ പറ്റില്ലല്ലോ തോറ്റു കഴിഞ്ഞാൽ. എൻ്റെ ഏറ്റവും വലിയ സങ്കടമല്ല, ഒരു രാജ്യത്തെ പാർലമെൻറ്റിൽ നമ്മൾ ചർച്ച ചെയ്യണത് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ആർഗ്യുമെൻറ്റേഷൻ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. സ്വന്തം രാജ്യത്ത് സൈന്യം ചെയ്തൊരു സംഭവത്തെ വീണ്ടും നമ്മൾ വെട്ടിമുറിച്ച് പരിശോധിക്കുകയാണ്, കീറി മുറിച്ചിട്ട്. ഇത് സത്യമാണോ? ഇത് ശരിക്കും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെ യുദ്ധം നിർത്തിയത്? ട്രംപ് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ യുദ്ധം നിർത്തി? ധൈര്യം ഉണ്ടെങ്കിൽ അത് പറയും. എന്താ അമേരിക്കക്ക് തീർത്തി കൊടുത്ത ഇന്ത്യ? എന്താ അമേരിക്കയുടെ അത് നിങ്ങളുടെ കാലഘട്ടമായിരിക്കും, നിങ്ങൾക്ക് അതായിരിക്കും ഇഷ്ടം. അമേരിക്കയുടെ മുട്ടിൻ്റെ അടിയിൽ പോയിരിക്കണം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്കത് പറഞ്ഞു, ഒരു ലോക നേതാവും പറഞ്ഞിട്ടല്ല നിർത്തി എന്നുള്ളത്. അപ്പോൾ ഇന്ന് ടാരിഫ് വന്നപ്പോൾ നിങ്ങൾ ഡെഡ് ഓപ്പോസിഷൻ എന്ന് പറയുമ്പോൾ, ഡെഡ് എക്കണോമി എന്ന് പറയുമ്പോൾ എന്താ ഒരു സന്തോഷം. സ്വന്തം രാജ്യത്തിൻ്റെ എക്കണോമി ഒരു ചങ്ങായി പറയുമ്പോൾ ഡെഡ് എക്കണോമി, അയാൾ സമ്മതിച്ചു തരും ഇന്ത്യ വളരെയാണെന്ന്. ഏതെങ്കിലും ഒരു രാജ്യം സമ്മതിക്കും? എൻ്റെ പൊന്നവരെ പോങ്ങ ഒരാളെങ്കിലും സമ്മതിക്കും? ഇന്ത്യ പോലത്തെ ഒരു ഡെവലപ്പിംഗ് കൺട്രി ഇപ്പോൾ എക്കണോമിയിൽ ഇത്രയും മുന്നോട്ട് പോയി, ഇനി നാളെ ഒരു ഡെവലപ്ഡ് കൺട്രിയുടെ സ്വപ്നങ്ങൾ 2047 കാണുന്നൊരു രാജ്യം വളരണമെന്ന് ഏതെങ്കിലും ഒരു വിദേശ രാജ്യം എൻ്റെ പൊന്ന് അണ്ണ ആഗ്രഹിക്കുമോ? ഇത്രയെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധം ബുദ്ധി നിങ്ങൾക്കില്ല. നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ഇതാണ്, നിങ്ങൾക്ക് പഠിപ്പിച്ചത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ നിങ്ങൾ എത്ര പ്രായമായിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങളെ ഏറ്റവും വേറെ ഗതികേട് അവർക്കും ഇല്ല. കാരണം അവർക്ക് ഈ കുടുംബവും ഈ പാർട്ടിയും ഇതേപോലെ വേറെ നേതാക്കളും ഇല്ല. അവർക്ക് പറയാൻ എണ്ണം പറഞ്ഞ ഒന്നുമില്ല. ഇനി ബാക്കിയുള്ളവർ അതിലും വലിയ കഷ്ടത്തില്ല. ഗതികേടിൻ്റെ ഊക്കൊണ്ട് എല്ലാവരും കൂടി എട്ടിപ്പിടിച്ച് ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കിയിട്ട് കൊണ്ടു നടക്കലാണ്. എല്ലാവരും ഓരോരോ വാഴകൾ നട്ടിട്ടുണ്ട്. ആ വാഴകൾക്ക് നട്ട് എന്നേലും കൊലയ്ക്കും വിചാരിച്ച് കുറേ എണ്ണം കുലയ്ക്കുന്നുണ്ട്. പക്ഷെ ആ കൊലക്കണ്ടേ, അത് കൊലയ്ക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ ഉള്ള ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനങ്ങൾ നിലനിർത്താൻ നോക്കും. ഇയാളെ മാറ്റിയിട്ട് വേറെ എന്തിനെ കൊണ്ടുവന്നാലും കാര്യമൊന്നുമില്ല. അവിടെ ഇരിക്കുന്ന എല്ലാറ്റും ഇതേപോലെ തന്നെ പറയേണ്ടായിരുന്നു. ഓരോ പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പൊട്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് ഇവർ സുഖമായിട്ട് ഗോളടിച്ച് കയറുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, നമുക്കൊരു ഡമ്മി ഓപ്പോസിഷനും വളരെയധികം നിർജ്ജീവമായിട്ടില്ല. എനിക്ക് ആ ഡെഡ് എന്നുള്ള വാക്കിനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഡെഡിന് മുകളിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ. കാരണം ഡെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരവിച്ച് കിടക്കണമല്ല, മരിച്ചുല്ലോ.
ഇത് മരിച്ചിട്ടില്ലല്ലോ. ഇത് നല്ല ഈ മന്ദബുദ്ധിത്തരം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്തെങ്കിലും പ്രത്യേകം മെഷീൻ തയ്യാറിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഈ എന്താ പറയുക, ഉരുളക്കിഴങ്ങ് ഇട്ട സ്വർണ്ണം വരുന്ന പോലെ ഈ മന്ദബുദ്ധികളെ ഉണ്ടാക്കണ ചില എന്തെങ്കിലും മെഷീനുകൾ എന്തെങ്കിലും ഉണ്ടോ? അമ്മാതിരി സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഒരു പാർലമെൻറ്റിൽ പറയാൻ. ഓപ്പറേഷൻ സിന്ദൂർ തമാശയോ? ഓപ്പറേഷൻ സിന്ദൂർ തമാശയാണെങ്കിൽ പിന്നെ എന്തിനാണോ പാകിസ്ഥാൻ ഫോൺ വിളിച്ചിട്ട് കരഞ്ഞ് പറയണേ ഒന്ന് നിർത്തുമോ, ഞങ്ങൾക്ക് ഈ അടി കിട്ടാൻ വയ്യാന്ന് പറഞ്ഞില്ലേ? അതും വിശ്വാസമില്ല. തിരിച്ചടിച്ചാലും പ്രശ്നം, തിരിച്ചടിച്ചില്ലേലും പ്രശ്നം. തീവ്രവാദികൾ വന്ന് കൊന്നിട്ട് അവർ തിരിച്ചു അടിച്ചാലും പ്രശ്നം, അവരെ കൊന്നാലും പ്രശ്നം. അവരെ നാട്ടിൽ പോയി അവരെന്തെങ്കിലും ചെയ്താൽ പാകിസ്ഥാനില്ലാത്തേക്കാളും ദണ്ണം ഇവർക്കാണ്. അപ്പോൾ നിങ്ങളൊക്കെ ആരെ വിശ്വസിക്കുക? ഏത് ഇന്ത്യൻ പൗരനെ നിങ്ങൾ ഇനി വിശ്വസിക്കുക? നിങ്ങളുടെ രാജ്യത്തിൽ കഴിഞ്ഞാൽ ചൈനയും പാകിസ്ഥാനും അതേപോലെ ഇങ്ങോട്ട് കയറി വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വല്ലാത്ത ഗതികേട് തന്നെ കേട്ടോ. പക്ഷെ ഈ ഒരു കാര്യം കൊണ്ട് എന്താ വെച്ചാൽ ഒരു കാര്യം തീരുമാനമാണ്, അടുത്തൊരു 10-15 വർഷത്തേക്ക് വേറൊന്നും നോക്കണ്ട. ഈ ചങ്ങായിയാണ് അപ്പുറത്ത് നിന്നുണ്ടെങ്കിൽ ഇവിടെ ആര് നിന്നാലും പ്രധാനമന്ത്രിയാവും. BJPക്ക് ആ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് മോദിജിയും ചിരിച്ച് കൊടുക്കുന്നത്. അതിങ്ങനെ വായിക്കോട്ടിരുന്നോളൂ. എന്നിട്ട് ഇവിടെ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാൻ നാളെ ഇതാ വരുന്നത് ഞങ്ങളുടെ ഭാരത് ജോഡോ, ജോഡി ഭാരത് അങ്ങോട്ട് ജോഡിച്ചു, എന്നിട്ട് ജാതി സെൻസസും കൊണ്ടുവരും. എന്ത് ജാതി മനുഷ്യന്മാരാണോ? എന്തായാലും ഇത് കണ്ടപ്പോൾ ഒന്ന് പറയുന്നത് ഗതികേടാണ്. ഈ മഹാജനാധിപത്യ രാജ്യത്തിൻ്റെ ഗതികേടാണ്. കുടുംബ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനത്തെ ആളുകളെ താങ്ങേണ്ടി വരുന്നത് ഒരു പറ്റം കുടുംബ രാഷ്ട്രീയക്കാരുടെ ഗതികേടാണ്. അവിടെയും വേറൊന്നുമില്ലല്ലോ, എല്ലാവരും ഓരോരോ മക്കളല്ലേ, ഒന്നും പറയാനും പറ്റില്ലല്ലോ. അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ. പിന്നെ ഉള്ളത് നമ്മുടെ ഡബിൾ ചങ്കാണ്, അതൊന്നും അവിടെ എത്തുന്നില്ല. അപ്പോൾ എന്തായാലും ഒക്കെ അത് പറയാൻ വേണ്ടി മാത്രം കേട്ടോ. സങ്കടം തോന്നി ഇതൊക്കെ കാണുമ്പോൾ. ഒരു ഇന്ത്യൻ പൗരനായിട്ട് സ്വന്തം രാജ്യത്തെ പാർലമെൻറ്റിൽ ഈ ഒരു ഡിസ്കഷൻ കാണേണ്ടി വരേണ്ട ഗതികേടാണ്. എന്തായാലും നന്ദി, നമസ്കാരം.